SG കോഫി ടൈംസുമായി തൃശൂരിൽ സജീവമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വിവാദ പ്രജാപ്രയോഗം വിടാതെയും രാഷ്ട്രീയ പ്രതിയോഗികളെ കടന്നാക്രമിച്ചും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുമായിരുന്നു സുരേഷ് ഗോപിയുടെ കോഫി ടൈംസ്. കലുങ്ക് സൗഹൃദ സംവാദ സദസ്സ് ഇടപെടലുകളേക്കാൾ കൂടുതൽ പാർട്ടിക്കുള്ളിൽ പോലും വിവാദങ്ങൾ സൃഷ്ടിച്ച സാഹചര്യത്തിൽ പഴയ SG കോഫി ടൈംസിലേക്ക് പേര് മാറ്റിയാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ ജനകീയ സംസാര പരിപാടിയുമായി സജീവമാകുന്നത്. രാഷ്ട്രീയ ലക്ഷ്യമല്ല പരിപാടിയുടെ അജണ്ടയെന്ന് പറയുമ്പോഴും ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നത് തന്നെയായി പരിപാടിയിൽ സജീവ ചർച്ച. തൃശൂർ ഉദയനഗറിൽ നടന്ന പരിപാടിയിൽ ജനങ്ങൾ ഉന്നയിക്കപ്പെട്ട ഭൂരിഭാഗം വിഷയങ്ങളിലും ഇതെല്ലാം സംസ്ഥാനത്തിന്റെ ചുമതലയാണെന്നായിരുന്നു മറുപടി. എങ്കിലും നിർധനരായ ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ഒരു സെന്റർ, കേന്ദ്ര നിരാമയ പദ്ധതിയുടെ ഫണ്ട് കിട്ടുന്നില്ല, ജനൌഷധി സ്റ്റോറുകളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം, തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപത്തെ മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് വേണം എന്നീ ആവശ്യങ്ങൾക്ക് കേന്ദ്രത്തെ ധരിപ്പിച്ച് നടപടിക്ക് ശ്രമിക്കാമെന്നായിരുന്നു മറുപടി. അതിനൊക്കെ സംവിധാനം വരേണ്ടതാണ്. ഇത് സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എന്നാലും കേന്ദ്രത്തിലും നമുക്കൊരു സോഷ്യൽ കൺസേൺസിനുള്ള ഒരു മിനിസ്ട്രി ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഇത് സൂചിപ്പിക്കാം. ട്രാക്സ് കൂടാതെ നമുക്കത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും ഒരു ട്രെയിനെങ്കിലും അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ട്രെയിൻ, മുളങ്ങുന്നത്തുകാവ് സ്റ്റേഷൻ മാത്രമല്ല, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് അങ്ങനെ ഒരു ട്രെയിൻ സ്റ്റോപ്പേജ് സാധ്യമാകും നോക്കാം. വെള്ളക്കെട്ട് വിഷയത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പഠന റിപ്പോർട്ട് ദിശയിലടക്കം നൽകിയെങ്കിലും എല്ലാവരും വെച്ചൊഴിയുന്നതിനാൽ ഇതുവരെയും നടപടിയായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ കാനകളിലൂടെ സെപ്റ്റിക് മാലിന്യം അടക്കമുള്ള മലിനജലം ഒഴുക്കുന്നുണ്ടെന്ന വിഷയത്തിൽ കളക്ടറെ നേരിട്ട് വിളിച്ച് നടപടിക്ക് നിർദ്ദേശം നൽകി. BJP കൗൺസിലർമാർ ഉന്നയിക്കുന്ന ജനകീയ ആവശ്യങ്ങൾ തഴയുന്ന കോർപ്പറേഷൻ മനോഭാവത്തോട് അതിരൂക്ഷമായിട്ടായിരുന്നു പ്രതികരണം. വ്യക്തികൾ വളരെ കുറവാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സഹപ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സഹപ്രവർത്തനത്തെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതിനാണ് നിങ്ങൾക്ക് ഈ ചൂണ്ടുവരൽ തന്നിട്ടുള്ളത്. ചൂണ്ട് സംസാരിക്കാൻ മാത്രമല്ല, ചൂണ്ടുവരൽ അമർത്തി പാഠം പഠിപ്പിക്കാനും കൂടിയാണ് നിങ്ങൾ ചെയ്തിരിക്കണം. അതുപോലെ ഇപ്പൊ പുതുക്കി വന്ന ലിസ്റ്റ് അനുസരിച്ച് 56 ഡിവിഷനുകളാണ്. അതിൽ 30 തന്നേക്കും ഞങ്ങളുടെ വേറെ. എനിക്ക് പിന്നെ അവശേഷിക്കുന്ന 3.5 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ആഞ്ഞു പിടിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളിലൊരു 30% സാധിച്ചത്. താൻ കോർപ്പറേഷന് മുന്നിൽ കുത്തിയിരിക്കുമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് 1 വർഷം മുൻപ് MP ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് ഇപ്പോൾ കോർപ്പറേഷൻ അനുമതി നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ പ്രജാപരാമർശത്തെ വിവാദമാക്കുന്നത് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം കർഷകരുടെ വിഷയത്തിൽ ജീവിത സമരമാണ് നടത്തേണ്ടതെന്നും ജീവിതം മുടക്കാനുള്ള സമരമാകരുത്, അത് നടത്താൻ പ്രജയ്ക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും കൂട്ടിച്ചേർത്തു. TCV തൃശൂർ.